ഏത് വിധി വന്നാലും തൃശൂർ പൂരം നടന്നിരുന്ന പോലെ തന്നെ നടക്കുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. കേരളത്തിലെ ഹിന്ദു സമൂഹം എല്ലാ വെല്ലുവിളികളെയും മറികടക്കാനുള്ള കരുത്ത് ആർജിച്ചിട്ടുണ്ടെന്നും വത്സൻ തില്ലങ്കേരി. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ നടന്ന ക്ഷേത്ര ആചാര സംരക്ഷണ കൺവെൻഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസിയുടെ വിശ്വാസത്തെ അവഹേളിക്കാൻ വ്യക്തിക്കെന്നല്ല കോടതിക്ക് പോലും ഭരണഘടന അനുവാദം നൽകുന്നില്ലെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ആനെഴുന്നള്ളിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരയിൽ തിമിംഗലം ജീവിച്ചിരുന്നെങ്കിൽ അതിന്റെ പുറത്ത് എഴുന്നള്ളിപ്പ് നടത്തുമായിരുന്നുവെന്ന കോടതിയുടെ പരാമർശം ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ളതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് വിധി വന്നാലും എത്ര ഉത്തരവ് വന്നാലും തൃശൂർ പൂരം ഇതുവരെ എങ്ങനെയാണോ നടത്തിയിരുന്നത് അതുപോലെ നടന്നിരിക്കും. അതിന്റെ പേരിൽ നിങ്ങൾ വന്ന ആളുകളെയെല്ലാം നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ജയിലിൽ കേരളത്തിൽ പണിയേണ്ടി വരും എന്ന് മാത്രമാണ് ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത്. തിരുവമ്പാടി കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു അധ്യക്ഷത വഹിച്ചു. മേളപ്രമാണിമാരായ പെരുവനം കുട്ടന്മാരാരും കിഴക്കൂട്ട് അനിയന്മാരാരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാലിക്കാൻ സാധിക്കാത്ത നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ശബരിമല കർമ്മസമിതി കൺവീനർ SJR കുമാർ വ്യക്തമാക്കി. എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞ് എൻ്റെ പേരിൽ ഒരു കേസുണ്ട്, ഞാൻ അവിടെ വന്നിട്ട് പോലുമില്ല. അപ്പൊ അത്തരത്തിൽ നമ്മുടെ എല്ലാം പേരിൽ ധാരാളം കള്ളക്കേസുകളുണ്ട്, ഇനിയും ഉണ്ടാവും. മോഹൻജി പറഞ്ഞ പോലെ കേസ് ഭയന്നാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇന്ന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത നിയമങ്ങളാണ് ക്ഷേത്രങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭ്യർത്ഥന അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. RSS ഉത്തര കേരള പ്രാന്തീയ കാര്യവാഹക് PN ഈശ്വർ, RSS ദക്ഷിണ കേരള പ്രാന്തീയ ഗതിവിധി പ്രമുഖ് AR മോഹനൻ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി KS നാരായണൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ, സിനിമാ നടൻ നന്ദകിഷോർ, സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, സ്വാമി ദേവചൈതന്യനന്ദ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സുധാകരൻ തുടങ്ങിയവർ കൺവെൻഷനിൽ സംസാരിച്ചു. ഡിസംബർ 26 മണ്ഡലമാസ സമാപന ദിനത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ തോറും നാമജപ കൂട്ടായ്മകൾ നടത്താനും ജനുവരി 15-നകം എല്ലാ ജില്ലകളിലും ഭക്തജന കൺവെൻഷനുകൾ നടത്താനും കൺവെൻഷനിൽ തീരുമാനമായി. ഫെബ്രുവരി 1 തൃശൂരിൽ മഹാഭക്തജന റാലി നടക്കും. ജനം, തൃശൂർ.